ഹായ് ഗായ്സ്, അപ്പം ഞാൻ ഒരു വയലട ട്രിപ്പ് പോയതായിരുന്നു. ഞാനും എൻ്റെ അനിയനും പിന്നെ എൻ്റെ 2 കസിൻസും കൂടി. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തത് വയലട പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ പോയി വയലട ആ ഭാഗത്ത് വയലട എത്തിയില്ല, ബാലുശ്ശേരിയൊക്കെ ആ ഭാഗത്തേക്കൊക്കെ എത്താറായപ്പം എൻ്റെ കസിൻ പറഞ്ഞു നമുക്ക് വയനാട് കയറിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വയനാടെത്തിയപ്പം ആൾ പറഞ്ഞു നമുക്ക് മുത്തങ്ങ ഫോറസ്റ്റ് കയറാമെന്ന്. അങ്ങനെ ഞാനില്ല എന്നൊക്കെ കുറേ പറഞ്ഞു, പക്ഷെ കേൾക്കണില്ല അവന്. അങ്ങനെ നമ്മളെന്ത് ചെയ്തു, മുത്തങ്ങ കയറിയിട്ട് അവൻ പറഞ്ഞു ആനനെ കണ്ടില്ലല്ലോ നേരിട്ടിട്ട്, ഞാൻ ആനനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ആനനെ ഇപ്പം എന്താ ആരും കാണാത്തല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ, പക്ഷെ അവന് വീഡിയോണ്ടില്ല. എങ്ങനെയെങ്കിലും മുത്തങ്ങ എത്തി. അങ്ങനെ നമ്മൾ ആനനൊക്കെ കണ്ട് ഇങ്ങനെ പോയപ്പോൾ അവൻ പറഞ്ഞു സൺഫ്ലവറിൻ്റെ തോട്ടം കാണാൻ നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കർണാടക എത്തി നോക്കിയപ്പോൾ അവിടെ എത്തി നോക്കിയപ്പോഴാണ് പണി കിട്ടിയത്. പണി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പണി. എൻ്റെ അനിയൻ്റെ വണ്ടി അപ്രീലാണ്. അപ്പോൾ അപ്രീലിൻ്റെ സർവീസ് സെൻറ്റർ അങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ എത്തിയ സ്ഥലത്ത് ഒരു അവിടെ വണ്ടി സ്റ്റക്കായ സ്ഥലത്ത് ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ വർക്ക്ഷോപ്പിൽ വണ്ടി കൊടുത്തു. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാം, കാരണം ഇതിൻ്റെ സാധനമൊന്നും ഇവിടെ കിട്ടൂല, ഇത് സാധനം കിട്ടണമെങ്കിൽ മൈസൂർ പോയിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ പറഞ്ഞു ഞാൻ എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ അത് നമുക്ക് ജസ്റ്റ് ഫിറ്റ് ചെയ്ത് തന്നു. അതിന് ഞങ്ങൾ എന്താ ചെയ്തു, കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ഒരു 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 12 മണീൻ്റെ അടുത്തായി ഉണ്ടാവും. 12 മണി ആയില്ല എന്ന് തോന്നുന്നു, ഒരു 11 ആ സമയമൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും നമുക്ക് വിശന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ജ്യൂസ് കുടിച്ചപ്പോൾ അത്ര വലിയൊരു വൃത്തിയും തോന്നിയില്ല. കർണാടക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ സ്ഥലവും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങിയപ്പോൾ ഒരു മലയാളീൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ബർഗറും അതുപോലെ തന്നെ എന്തൊക്കെ ക്ലബ് സാൻഡ്വിച്ച് അങ്ങനെ എന്തൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ എല്ലാം കുടിച്ചു സെറ്റായിരുന്നു. അങ്ങനെ ആൾ വണ്ടി നന്നാക്കി. അങ്ങനെ ഞങ്ങൾ കുറച്ചൊന്ന് മൂവ് ചെയ്തു, അതായത് ഒരു 5 മിനിറ്റ് മൂവ് ചെയ്തോ അറിയില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, സൺഫ്ലവറിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മൂവ് ചെയ്തിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും വണ്ടി വീണ്ടും സ്റ്റക്കായി. അങ്ങനെ അപ്പം തന്നെ മഴയും പെയ്തു. മഴ എന്ന് പറഞ്ഞാൽ സൂപ്പർ മഴ. അത്രയും ദിവസം പെയ്യാത്തൊരു മഴ പെയ്തു. അവിടെ അത്രയും ദിവസം മഴ പെയ്തില്ല അത്ര. ഞങ്ങൾ വരാൻ കാത്തിരുന്നേന്ന് തോന്നുന്നു മഴ പെയ്യാൻ. അങ്ങനെ മഴ പെയ്ത് ആകെ കുടുങ്ങി. അങ്ങനെ ഞങ്ങൾ കയറി നിന്ന്, വണ്ടിയൊക്കെ അവിടെ വെച്ച് കയറി നിന്ന്. ഞങ്ങൾ കുടമൊന്നുമില്ലല്ലോ, അപ്പോൾ അത് കാരണം ഞങ്ങൾ ഒരു സ്ഥലത്ത് കയറി നിന്ന്. അങ്ങനെ കയറി നിന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത് എന്നിട്ടൊന്നും മഴ നിൽക്കണില്ല. അവസാനം ഞങ്ങൾ തള്ളി വണ്ടി വീണ്ടും ആ വർക്ക്ഷോപ്പിലേക്ക് തന്നെ കൊണ്ടു കൊടുത്തു. അപ്പോൾ ആളെന്ന് പറഞ്ഞാൽ പക്ക അടിപൊളി മനുഷ്യൻ. കർണാടക എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് പക്ക ആളുകളൊന്നും ശരിയില്ല എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങളെ ഒരു അഭിപ്രായത്തിൽ കർണാടകയിൽ ഞങ്ങൾക്ക് കിട്ടിയൊരു സപ്പോർട്ട് ആ ഒരു മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു മനസ്സിൽ അത്രയും ക്യാച്ച് ചെയ്തിട്ടുണ്ട് ആളുടെ ഒരു ബിഹേവിയർ. അത്രയും നല്ലൊരു മനുഷ്യൻ. അങ്ങനെ ആൾ പറഞ്ഞു
ഇവിടെ വെച്ചോളൂ, നിങ്ങൾ എന്താ ഫുഡ് കഴിക്കുക എന്താ വെച്ചാൽ ചെയ്തിട്ട് പോരും, ഇവിടെ എന്തെങ്കിലും വെക്കുന്നതാണ്. അങ്ങനെ ആൾ വീണ്ടും അത് ട്രൈ ചെയ്തു. എന്താ ആൾ പിന്നെ പറഞ്ഞു മൈസൂരിൽ നിന്ന് ഒരു ബസ് വരാനുണ്ട്, അപ്പോൾ അതിൽ കയറ്റിയിട്ട് അത് കയറ്റിയിട്ട് പാർട്സ് കയറ്റിയിട്ട് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് അവർ വരുന്ന സമയത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും 2 മണിക്കൂർ പോസ്റ്റായിട്ട് അവിടെ ഇരുന്നു. ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. അങ്ങനെ ബസ് വന്ന് സാധനം ഇട്ട് നോക്കിയപ്പോൾ ഇട്ടിപ്പോൾ കുറച്ച് സമയം അതേപോലെ തന്നെ ഞങ്ങൾ വീണ്ടും കുറച്ച് സമയം വരെ അവിടെ ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തു. അങ്ങനെ മൂവ് ചെയ്തപ്പോൾ വീണ്ടും അത് പൊട്ടി. എൻ്റെ പൊന്നും, അങ്ങനെ ചുരുക്കിയൊന്നും പറയല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങളവിടെ സ്റ്റക്കായി. എന്താ ചെയ്യുക? കാരണം രാത്രിയായി വരികയാണ്. ഞങ്ങളുടെ കയ്യിലാണ് എല്ലാ പൈസ മുഴുവനും ഈ ഒരു സർവീസിനായിട്ടും ഇതിനായിട്ടൊക്കെ ഒരുപാട് ക്യാഷ് അങ്ങനെ പോയി. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു, കാരണം അത്ര റേഞ്ചൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇത്. കാരണം ഗൂഗിൾ പേ ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആൾ പറഞ്ഞു നിങ്ങളെന്തായാലും ഇവിടെ ഇരിക്കി, പിന്നെ ഒരു വട്ടം കൂടി നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു 7 മണി വരെ ആ സമയം വരെ ഇരുന്നു. അപ്പോൾ അതിന് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി ആയപ്പോൾ ആൾ കുറേ പറഞ്ഞു നിങ്ങൾ കാറെടുത്ത് പോയിക്കോ, എന്നിട്ട് പിന്നെ തിരിച്ച് തന്നാൽ മതി, മറ്റന്നാളെങ്ങാണ്ട് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടു തന്നാൽ മതി, നിങ്ങൾ കാറെടുത്ത് പോയിക്കോ, വണ്ടി ഇവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് സമാധാനം വേണ്ട. അങ്ങനെ ഞാനെന്താക്കിയ മുന്നിൽ പിന്നെ പെട്രോൾ പമ്പ് ഉള്ളത് കാരണം നമുക്ക് വാഷ്റൂമിൽ പോകാനൊക്കെ നല്ല ഹെൽപ്പായിരുന്നു. പിന്നെ ഫുഡൊന്നും കഴിക്കാനുള്ള മൂഡൊന്നുമില്ല. പിന്നെ പൈസേൻ്റെ ഓരോ ഇഷ്യൂസ് കാര്യങ്ങൾ, റേഞ്ചിൻ്റെ പ്രശ്നം, അങ്ങനെ എല്ലാം കൂടി ആകെ ബുദ്ധിമുട്ടായി. അങ്ങനെ ആൾ വീണ്ടും ശരിയാക്കി തന്നു. എന്നിട്ട് ഞങ്ങളെന്താക്കി ആളോട് ടാറ്റ ബൈ ബൈ താങ്ക്സൊക്കെ പറഞ്ഞു, ഒരുപാട് താങ്ക്സൊക്കെ പറഞ്ഞു. ഞങ്ങൾ എന്താ പറയുക, മുത്തങ്ങ കടക്കാൻ ഒരു 8:30 മുത്തങ്ങ കടക്കണം, അല്ലേ ഫോറസ്റ്റ് കടക്കണം, അല്ലെങ്കിൽ പിന്നെ ക്ലോസ് ചെയ്ത് പോകും, പിന്നെ നാളെ അല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളെന്താക്കി ആളോട് താങ്ക്സൊക്കെ പറഞ്ഞ് പേയ്മെൻറ്റ് നാളെ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മുത്തങ്ങ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുത്തങ്ങ എത്താറായിട്ടുള്ളൂ. അപ്പം തന്നെ വീണ്ടും പണി തന്നു വണ്ടി. എന്ത് ചെയ്യും? അവിടെ നിന്ന് പൊട്ടിയത് ഒരു കണക്കിന് നന്നായി എന്ന് പറയാം. കാരണം എന്തോ പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട്. കാരണം നമ്മൾ ആ മുത്തങ്ങേൻ്റെ ഉള്ളിൽ നിന്നാണ് പൊട്ടണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും ആ ഒരു സമയത്ത്? കാരണം 8:30-9 മണി ആ സമയമല്ലേ, ഫുള്ളി ഇരുട്ടാണ്. അങ്ങനെ ആരും സഹായിക്കില്ല. കാരണം എല്ലാവരും വേഗം പോകാനല്ല ആ സമയത്ത് നോക്കുകയുള്ളൂ. എന്ത് ചെയ്യും? എന്തോ ഒരു പടച്ചവൻ്റെ ബ്ലെസ്സിങ് ഉണ്ട് നമുക്ക്. സത്യം പറയാം, നമ്മൾ ഫുൾ ആ ഡേ നമുക്ക് നല്ല ബ്ലെസ്സിങ് ഉണ്ട്. കാരണം പൈസ പോയാലും നമ്മൾ ടയേർഡായാലും ഒക്കെ എന്ത് ചെയ്താലും നമുക്ക് എന്തോ ഒരു പവർ അൽഹംദുലില്ലാ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളെ വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി വീണ്ടും പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങളെന്നാ ഒരു കാര്യം ചെയ്തോളൂ, വണ്ടി സൈഡാക്കിയിട്ട് ലോക്ക് ചെയ്തിട്ട് കീ ഇങ്ങോട്ട് കൊണ്ടു തന്നോളൂ, ഞാൻ നാളെ ഞാൻ ഇപ്പം തന്നെ എടുത്തു കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു. നാളെ നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാനും എൻ്റെ അനിയനും കൂടി അവന് വണ്ടി കൊണ്ടുപോയി കൊടുത്തു. കീ കൊണ്ടുപോയി കൊടുത്തു. എൻ്റെ കസീന് 2 പേരും കൂടി കീ കൊണ്ടു കൊടുത്തു ആൾക്ക്. അങ്ങനെ ഞങ്ങൾ പിന്നെ ബസ് കയറാൻ നിന്നപ്പോൾ നോക്കുമ്പോൾ ആകെ കയ്യിലുണ്ടായത് 100 രൂപ. 100 രൂപ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്ന ആളോട് ഞാൻ പറഞ്ഞു ഞാൻ ഗൂഗിൾ പേ തരാം, നിങ്ങൾ ഒരു 200 രൂപ കയ്യിൽ തരുമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 200 രൂപ ഇട്ടു. അങ്ങനെ 2 ബസ് വന്നപ്പോൾ അവർ പറഞ്ഞു കയറ്റില്ല, ഇറങ്ങിപ്പോയിക്കോളൂ. തീരെ ഒരു സഹകരണം ഇല്ലാത്തൊരു എന്താ പറയുക ബസ്സിൽ ആ സമയത്തൊക്കെ പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടോ അതെല്ലാം നോക്കണ്ട, നമുക്ക് ഒരു ഹെൽപ്പാണ് വേണ്ട, അല്ലാണ്ട് ഇറങ്ങിപ്പോന്ന് പറയുന്ന ആ ഒരു ഇതല്ല വേണ്ടത്, മെൻറ്റാലിറ്റി അല്ല.
കാരണം നമ്മൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടല്ലേ നമ്മൾ ബസ്സിൽ കയറിയിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ തീരെ ഒന്നും സമ്മതിച്ച് തരാണ്ട്. അങ്ങനെ നമ്മളവിടെ ഇറങ്ങിയപ്പോൾ ഇവർ വന്ന് കീ കൊടുത്ത് വന്നപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു ഉള്ള പൈസ അങ്ങോട്ട് കൊണ്ടുപോയി ബസ്സിന് പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവന് 200 രൂപ കൂടി തന്നപ്പോൾ ഞങ്ങൾ പിന്നെ ബസ് വന്നു. അങ്ങനെ വേറൊരു ബസ് വന്നു, സ്വിഫ്റ്റ് ബസ്സാന്ന് തോന്നുന്നു. അങ്ങനെ ബസ് വന്നു, അതിൽ കയറി. അൽഹംദുലില്ലാ ഒരാൾക്ക് 205 രൂപ കോഴിക്കോടേക്ക്. അങ്ങനെ 2 പേർക്ക് 410 രൂപ അങ്ങോട്ടായി. അങ്ങനെ ഞങ്ങൾ അതിൽ കയറി. പിന്നെ ആണെങ്കിൽ ഫുഡൊന്നും കഴിക്കാത്തത് കാരണം ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ പൈസ ഇല്ല, എന്ത് ചെയ്യുമെന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എവിടെയായിരുന്നു, സുൽത്താൻ ബത്തേരി എത്തിയപ്പം അവിടെ നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 10, 20, 30 രൂപ എങ്ങാണ്ടുണ്ട്. ഞാൻ പറഞ്ഞു നീ പോയിട്ട് വെള്ളം വാങ്ങിക്കൊണ്ടുവരുന്നു. ഞാൻ അവന് പോയി വെള്ളം വാങ്ങിക്കൊണ്ടുവന്ന് ആ വെള്ളം കുടിച്ച് എങ്ങനെയൊക്കെയോ വീട് വരെയല്ല, നമ്മൾ മാവ് റോഡ് എത്തി നോക്കിയപ്പോൾ പിന്നെ വീട്ടിലേക്ക് ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചിരിക്കുക. കാരണം കയ്യിലാണ് ക്യാഷില്ല, എന്ത് ചെയ്യും. ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വിളിച്ചു. ആരും ആ സമയത്ത് ഫോൺ എടുക്കണില്ല. ഒരു 12:30, 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ വേറെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പിന്നെ എവിടെയായിരുന്നു, ടൗണിലില്ല, ഞാൻ നാട്ടിലില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു അയൽവാസിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാനില്ല അവിടെ, പക്ഷെ എൻ്റെ ബ്രദറുണ്ട്, ഞാൻ ഇന്ന് ആളെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ബ്രദറിനെ വിളിച്ചു നോക്കിയപ്പോൾ ബ്രദറ് വണ്ടിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു, കാറായിട്ട്. അങ്ങനെ ഞാനും എൻ്റെ അനിയനും കൂടി വണ്ടിയിൽ കയറി. ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ടൊരു വകയില്ല, എന്താ ചെയ്യാൻ, വിശന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അവരോട് പറയാനും പറ്റില്ലല്ലോ. കാരണം ഇങ്ങനെ കിട്ടിയൊരു ഹെൽപ്പാണ്, ഇങ്ങനെയെങ്കിൽ വീട്ടിലെത്തിയാൽ മതി എന്നുള്ളത്. അങ്ങനെ പിന്നെ ആൾ ഞങ്ങളെ സേഫായിട്ട് വീട്ടിൻ്റെ അവിടെ വരെ എത്തിച്ചു തന്നു. അവർക്കും ബിഗ് താങ്ക്സ്. കാരണം എത്ര എന്താ പറയുക, താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. ആ സമയത്ത് ഞങ്ങൾ രാത്രി ഒരു 1 മണി ആ സമയത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ പറയുന്ന പോലെയല്ല, നമുക്ക് പ്രാക്ടിക്കലാവണം. കാരണം ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് ഒന്നാമത്തെ പൈസ ഇല്ല, രണ്ടാമത്തെ എന്താ പറയുക, ആരെയും വിളിച്ചിട്ട് കിട്ടണില്ല. മൂന്നാമത്തെ ആ സമയം 1 മണി, 1 മണി 1:30 എങ്ങാണ്ടായിട്ടുണ്ട് ആ സമയം. പിന്നെ എന്ത് ചെയ്യും. പിന്നാണ് ഇവർ 2 പേര്, എൻ്റെ കസിൻസ് 2 പേര് ബൈക്കിലാണ്. അപ്പോൾ അവർ ആക്സസിലായിരുന്നു വന്നത്. അപ്പം അവർ ആണെങ്കിലും വീട്ടിലെത്തിയിട്ടില്ല. അല്ലെങ്കിൽ അവർ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കാമെന്ന് വിചാരിക്കും. അല്ല ആ സമയത്തൊന്നും പുറത്തിങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ കിട്ടിയ വണ്ടിയില്ല വിചാരിച്ചിട്ട് അങ്ങനെ അത്രയും താങ്ക്സ് പറഞ്ഞാൽ മതിയാവില്ല. കാരണം ആ ബ്രദറിനും അതുപോലെ തന്നെ ആ മനുഷ്യന് നമ്മൾ കർണാടകയിൽ നമ്മളെ സഹായിച്ചു. അങ്ങനെ പിന്നെ ആ ദിവസം വീട്ടിലെത്തി. ഞങ്ങൾ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് വീട്ടിലെത്തി, കുഴപ്പമൊന്നുമില്ലാണ്ട് അൽഹംദുലില്ലാ വീട്ടിലെത്തി. വേഗം ഫ്രഷായി. ഫുഡൊന്നും അങ്ങനെ കഴിച്ചില്ല, വെള്ളം എന്തോ കുടിച്ചു കിടന്നു. പിന്നെ പിറ്റേ ദിവസം ആയിരുന്നു എൻ്റെ മോൻ്റെ സുന്നത്ത്. അപ്പം അന്ന് പിന്നെ ഒന്നും നമ്മൾ നോക്കിയില്ല. അങ്ങനെ ആൾ കുറേ വിളിക്കുന്നുണ്ട്, നിങ്ങളെവിടെ എത്തി എന്തായെന്ന് ചോദിക്കാൻ. അവന് എൻ്റെ അനിയനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എവിടെ എത്തി ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ എന്ന് പറഞ്ഞു. വേറൊരു കാര്യമുണ്ട്, 5:30, 6 മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യും. നമുക്ക് വേണ്ടി 7:30 വരെ നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വണ്ടീൻ്റെ പൊട്ടിയെന്ന് പറഞ്ഞപ്പോൾ ക്ലോസ് ചെയ്ത് വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് വീണ്ടും തിരിച്ചങ്ങോട്ട് വന്ന് മുത്തങ്ങൻ്റെ ബോർഡർ വരെ വന്നിട്ട് ഈ വണ്ടി എടുത്ത് കാല് വെച്ച് ഉരുട്ടിയിട്ടാണ് ഷോപ്പ് വരെ കൊണ്ടുപോയത്. അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു.
ആളെ പേര് എനിക്ക് വലിയ ഓർമ്മയില്ല, പക്ഷെ നല്ലൊരു അടിപൊളി മനുഷ്യൻ കേട്ടോ. ആൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയല്ല. കാരണം നമ്മൾ വേറെ ആളുകൾക്ക് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഇപ്പുറത്തൊന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മയൊക്കെ ഇപ്പുറത്തൊന്നും നമുക്ക് ഹെൽപ്പ് കിട്ടുന്നു. അത് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കണ്ടൊരു സമയമായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്